മണലൂരിലെ തോൽവിയിൽ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ. 184 ഹോം വോട്ടുകളാണ് എണ്ണാതെ മാറ്റിവെച്ചത്. ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥിരമായി ദർശനം നടത്തുന്ന ആളാകും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. ഗുരുവായൂരിൽ സ്ഥിരമായി വരുന്ന ദൈവവിശ്വാസിയായ ഒരാളായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. വെണ്ണയെടുത്ത് കഴിക്കുന്നത് പോലെയുള്ള ലാളിത്യത്തോടുകൂടി മുഖ്യമന്ത്രി കേരളത്തിൽ വരും. 184 വോട്ട് കൗണ്ട് ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. 4 ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ ഹോം വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന എല്ലാ സ്ഥലത്തെയും ഇതേപോലെ അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൗണ്ട് ചെയ്യുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഉത്തരവാദികൾ. അതുകൊണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കേസ് അന്യായം കൊടുക്കും. ജേസൺ ചാമോളപ്പൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ മണലൂരിലെ തോൽവിയിൽ ടി.എൻ. പ്രതാപൻ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണോ? 184 വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചു എന്നുള്ളത് എങ്ങനെയാണ് അത് അദ്ദേഹം വിശദീകരിക്കുന്നത്? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർക്ക് പിന്തുണ നൽകുമെന്നാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത്? സ്മൃതി, 126 വോട്ടുകൾക്കാണ് സി രവീന്ദ്രനാഥിനോട് ടി.എൻ. പ്രതാപൻ മണലൂരിൽ പരാജയപ്പെടുന്നത്. അതേസമയം 184 വോട്ടുകൾ ഹോം വോട്ടുകൾ എണ്ണാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചു എന്നതാണ് പ്രധാനമായി ഉയർന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ ഒപ്പിടാത്തത് കൊണ്ടാണ് ഈ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത്. തൻ്റെ കുറ്റമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ തെറ്റുകൊണ്ട് തൻ്റെ വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചില്ല എന്നതാണ് പ്രധാനമായും ടി.എൻ. പ്രതാപൻ ഉന്നയിക്കുന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. മറ്റൊന്ന്, വരുന്ന മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഈ തികഞ്ഞ ഈശ്വരവിശ്വാസിയായ മുഴുവൻ മതവിഭാഗങ്ങളോടും സമദൂരം പാലിക്കുന്ന ഒരു വ്യക്തിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും രസകരവും കൗതുകം നിറഞ്ഞ ഒരു കാര്യം, ഈ പറയുന്ന 3 പേര് സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ്. വളരെ തന്ത്രപരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. വി.ഡി. സതീശൻ സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. കെ.സി. വേണുഗോപാൽ എല്ലാ മാസവും ദർശനം നടത്തുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി രമേശ് ചെന്നിത്തല ദർശനം നടത്തുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു എന്ന ഒരു പ്രയോഗത്തിലൂടെ 3 പേരെയും ഒരുപോലെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ സാങ്കേതികമായി അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്ക് ഇപ്പോൾ ബലമില്ല. അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ.